ഇന്ന് പുതിയ ചാപ്റ്റർ എടുക്കുകയാണ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് എന്താ എക്സ്പോണൻസ്, അതായത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുകയാണ് മാസ് ഓഫ് ദി എർത്ത് ആണ് തന്നിട്ടുള്ളത്. അതിന് അവർ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയപ്പോൾ അതായത് കുറേ സീറോ ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അതിന് 5.97 ഇൻറ്റു 10⁻24 എഴുതി. അപ്പോൾ എന്താണ് എക്സ്പോണൻഷ്യൽ ഫോം? ഇങ്ങനെ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ബേസ് എന്ന് പറയുന്നത് 10⁻24 എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പവറാണ് അവിടെ 24. അപ്പോൾ നമ്മൾ ഇതിനെ പറയാ 10⁻24. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുക എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ 10 × 10 ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 10². ഇനി അതേപോലെ 10 × 10 × 10 3 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് 10⁻3 ഇങ്ങനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതും. ഇനി 10⁻², 10⁻², ഇവിടെ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വന്നത്, ഇവിടെ നെഗറ്റീവ്. ഈ 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10² ആണ്. ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ, അതായത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു ഫോം a⁻m = 1/a⁻m. ഇങ്ങനെയാണ് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ തന്ന് നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതണം. ഇപ്പോൾ 2⁻⁻4, അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2⁻⁻4ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2⁻4 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് അതുപോലെ എഴുതാം. അതായത് 2⁻⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് എഴുതുക? 1/2⁴ എന്ന് എഴുതുക. 1/2⁴. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2⁻4. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാം. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സ് തന്നോന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഫോർമുല. a⁻m = 1/a⁻m. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് a⁻m മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a⁻m ആണ്. അതുപോലെ ഇപ്പോൾ 10⁻³ ആണുള്ളത്. 10⁻³ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 10⁻³ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1/10⁻³. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 10³ ആണ്. അതുപോലെ 10⁻100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 10⁻100. 5⁻³ ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 5⁻3. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി അടുത്തത് എക്സ്പാൻഡഡ് ഫോമിൽ നമുക്കൊരു നമ്പർ തന്നു, അതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം എന്നുള്ളത്. എക്സ്പാൻഡഡ് ഫോം ഇപ്പോൾ 1425.36 എന്ന് തന്നിട്ടുണ്ട് നമുക്ക് നമ്പർ. ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നോക്കണ്ട, അതിന് മുമ്പ് ഇപ്പുറത്തുള്ള നമ്പർ നോക്കുക. 1s, 10s, 100, 1000. അപ്പോൾ നമ്മൾ 1 എഴുതിയിട്ട് 1 എന്ന് പറയുന്നത് എന്താണ്? 1000 പ്ലേസിലാണുള്ളത്. അപ്പോൾ 1000 എഴുതി. പ്ലസ് 4 ഇൻറ്റു ഇവിടെ 4 എന്ന് പറയുന്നത് നമ്മൾ 425 എന്നാണ് പറയുക. അപ്പോൾ 4 × 100 പ്ലസ് 25 2 × 10 പ്ലസ് 5. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി പ്ലസ്, അതായത് 5 ഇവിടെ 5 × 1 ആണ് 5 × 1 പ്ലസ്. ഇനി നമുക്ക് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ പോയിന്റ് ആദ്യത്തത് നമ്മൾ എഴുതേണ്ടത് 3. ഇത് 0.3 വരുമ്പോൾ 3 × 1/10 പ്ലസ് 6 × 1/100. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഡ് ഫോമിൽ എഴുതുക. അപ്പോൾ ഇതിനാ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 1 × 1000 എന്ന് പറയുന്നത് 3 0 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10³ പ്ലസ് 4 × 100 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 10² പ്ലസ് 2 × 10⁻1 തന്നെ അവിടെ പ്ലസ് 5 × 10⁻0 ആണ് അവിടെ 1 ആവുക 0 പ്ലസ്
3 ഇൻറ്റു ഇതാണെങ്കിൽ 10 റേസ് ടു മൈനസ് 1 ആയിരിക്കും, പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. അപ്പോൾ എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. അപ്പോൾ ഏതൊരു നമ്പറും എ റേസ് ടു 0 ഈക്വൽ ടു 1 ആണ്. ഇപ്പം നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. എ റേസ് ടു മൈനസ് എം ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എം, എ റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര സീറോ ഉണ്ടോ അതിനനുസരിച്ച് ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഡിനോമിനേറ്ററിലാണ് വരുന്നതെങ്കിൽ മുകളിൽ പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ 10ന് പവർ 1 ആണ്, മുകളിൽ പോകുമ്പോൾ 10 റേസ് ടു മൈനസ് 1 ആയി. ഇവിടെ 2 സീറോ, നമ്മൾ ഇതിനെ 100നെ എങ്ങനെ എഴുതുക, 10 സ്ക്വയർ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ 10 റേസ് ടു മൈനസ് 2. അപ്പോൾ ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ കഴിയും. ഇനി അടുത്തത് ഒരു നമ്പറും കൂടി പറഞ്ഞു, 1025.63. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ഫോമിൽ എഴുതാം? വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. നമുക്ക് 1 ഇൻറ്റു ഇത് എത്രാമത്തേതാണ് 1000 അല്ലേ, അപ്പം 10 ക്യൂബ് പ്ലസ് 0 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 റേസ് ടു 1 പ്ലസ് 5 ഇൻറ്റു 10 റേസ് ടു 0 പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു 1, ആദ്യത്തത് മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. അങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നത്. അടുത്തത് ലോസ് ഓഫ് എക്സ്പോണൻസ്. ലോസ് ഓഫ് എക്സ്പോണൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള പ്രോബ്ലം ചെയ്യാം. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസ് സെയിം ആണ്. ബേസ് സെയിം ആവുമ്പോൾ അതിൻ്റെ പവർ ഏഡ് ആവും, എ റേസ് ടു എം പ്ലസ് എൻ. അടുത്തത് എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ. എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ആണ് വരുന്നതെങ്കിൽ എ റേസ് ടു എം ഇത് മൈനസ് ആണ്, മേലെ പോകുമ്പോൾ എന്താ പിന്നെ നമുക്ക് എങ്ങനെ വരിക, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു മൈനസ് എൻ ആയിട്ടാണ് വരിക. അപ്പോൾ എ റേസ് ടു എം മൈനസ് എൻ. അപ്പോൾ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ. ഇനി എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം, പവർ സെയിം, ബേസ് ഡിഫറെൻറ്റ്. ബേസ് ഡിഫറെൻ്റ് ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എ ഇൻറ്റു ബി റേസ് ടു എം, ഇങ്ങനെയാണ് എഴുതുക. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറയുമ്പോൾ എ ബി റേസ് ടു എം വരും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ എ റേസ് ടു എം ഡിവൈഡ് ബൈ ബി റേസ് ടു എം എന്ന് പറയുമ്പോൾ എ ബൈ ബി ഹോൾ റേസ് ടു എം. അടുത്തത് എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം എന്ന് വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ, എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി റേസ് ടു എം. അതുപോലെ എ റേസ് ടു എം ബൈ, ഇവിടെ ബേസ് ഡിഫറെൻറ്റ്, പവർ സെയിം ആണ്. അപ്പോൾ അത് ഒരുമിച്ച് അതേപോലെ എഴുതുക, എ ബൈ ബി റേസ് ടു എം. പിന്നെ എ റേസ് ടു എം ഇൻറ്റു ഇങ്ങനെ ഒരു എൻ, അതായത് ഇപ്പം 10 ക്യൂബ് ഇങ്ങനെ ഒന്ന് വന്നു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് 10 3 ഇൻറ്റു 2 10 റേസ് ടു 6 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ. അതുപോലെ എ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും. ഇനി നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് എഴുതുക. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 റേസ് ടു മൈനസ് 2 ആണുള്ളത്. 3 റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പവർ നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1/3 സ്ക്വയറിന് എഴുതി. അപ്പോൾ 1/3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/3 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 1/9. അപ്പോൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. 3 സ്ക്വയറിന് മാത്രം വെക്കരുത്. 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 9 എന്നുള്ളത് എടുത്തെഴുതുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ -4 റേസ് ടു -2. അപ്പോൾ നമുക്ക് ഇതിന് എഴുതാൻ പറ്റുന്നത് -4 സ്ക്വയർ. ഇവിടെ വരുമ്പോൾ 1/-4 സ്ക്വയർ. -4 ഇൻറ്റു -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? +16. അപ്പോൾ 1/16 ആണ് അതിൻ്റെ ആൻസർ. ഇനി 1/2 റേസ് ടു -5 ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക്
എന്ത് ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ 1/1/2 ഹോൾ റേസ് ടു -5 എഴുതുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 1 റേസ് ടു -5/2 റേസ് ടു -5. അപ്പോൾ ഈ 1 റേസ് ടു -5 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ പോസിറ്റീവ് ആവും, 2 റേസ് ടു -5 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി അടുത്തത് എഴുതാൻ പറ്റുന്നത് തിരിച്ചെഴുതുക. 2 റേസ് ടു 5/1 റേസ് ടു 5. 1 റേസ് ടു 5 1 തന്നെ. 2 റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 × 2 × 2. അപ്പോൾ 4 4 16, 16 × 2 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പൊണന്റ്. അപ്പോൾ എക്സ്പൊണന്റ് ഫോമിൽ തന്നെ വെച്ചാൽ അതിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അതിന്റെ വാല്യൂ ഇപ്പോൾ 1/3² എന്ന് പറഞ്ഞാൽ 3² തന്നെ അവിടെ വെച്ചാൽ മതി. 3² എന്നുള്ളത് 3 × 3 9 എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെ ചോദിച്ചാൽ സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പൊണന്റ് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ -4 റേസ് ടു 5 ഡിവൈഡ് ബൈ -4 റേസ് ടു 8. അപ്പോൾ നമ്മൾ a റേസ് ടു m ബൈ a റേസ് ടു n. a റേസ് ടു m ബൈ a റേസ് ടു n എന്തായിരുന്നു? a റേസ് ടു m ബൈ a റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a റേസ് ടു m - n. അപ്പോൾ ആ ഫോമിലേക്ക് ഇതിനെ എഴുതാം. അപ്പം ഇവിടെ a എന്ന് പറയുന്നത് -4 ആണ്. -4 റേസ് ടു 5 - 8 ആണ് വരുന്നത്. 5 - 8 എന്ന് പറയുമ്പോൾ -4 റേസ് ടു -3 ആണ് നമുക്ക് കിട്ടുന്നത്. 5 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്പറിന്റെ സൈന് -3. 8 ന്ന് 5 - 7 -3 എന്ന് എഴുതി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് പവർ ആയിട്ട് വേണം. അപ്പോൾ പോസിറ്റീവ് പവർ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ എഴുതിയാൽ മൈനസ്, അതായത് 1 ഈ 4 റേസ് ടു 3 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 1/2³ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1² ഡിവൈഡ് ബൈ 2 റേസ് ടു 3 × 2. അതായത് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ a റേസ് ടു m × n എന്ന് പറയുന്നത് എങ്ങനെയാണ്? a റേസ് ടു m n എഴുതിയില്ലേ, അതേപോലെ. അപ്പോൾ ഇതിൻ്റെ പവർ × 2. അപ്പോൾ 1/2 റേസ് ടു 6. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. പോസിറ്റീവ് അതിൻ്റെ വാല്യൂ എടുത്ത് എഴുതേണ്ട കാര്യമില്ല. അടുത്തത് -3 റേസ് ടു 4 × 5/3 റേസ് ടു 4. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? -3 റേസ് ടു 4 എന്ന് പറയുന്നത് -1 റേസ് ടു 4 × 3 റേസ് ടു 4. അതായത് -1 × 3 ആണ് എന്ത്? -3. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ കഴിയുക. -1 × 3 റേസ് ടു 4. ഇപ്പോൾ ഏതൊരു നമ്പറിൻ്റെ പവർ ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ എന്തായാലും 4 പ്രാവശ്യം നമ്മൾ -3 × -3 × -3 × -3 എഴുതുമ്പോൾ 4 പ്രാവശ്യം എഴുതുമ്പോൾ അത് പോസിറ്റീവ് ആവും. പക്ഷെ നമ്മൾ ഇതിന് ഇതുപോലെ കാണിക്കുക. -1 × 3 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -1 റേസ് ടു 4 × 3 റേസ് ടു 4. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 4 ഡിവൈഡ് ബൈ 3 റേസ് ടു 4. അതായത് a/b റേസ് ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? a റേസ് ടു m ബൈ b റേസ് ടു m. അപ്പോൾ അതുപോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 5 റേസ് ടു 4 ബൈ 3 റേസ് ടു 4. അപ്പോൾ ഈ 3 റേസ് ടു 4ഉം ഈ 3 റേസ് ടു 4ഉം ക്യാൻസൽ ആയി പോയി. -1 റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1 × -1 × -1 × -1. 4 പ്രാവശ്യം വരുമ്പോൾ അത് പോസിറ്റീവ് 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5 റേസ് ടു 4 ആണ്. ഇനി അടുത്തത് ഇവിടുന്ന് തന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെ -1 ഇട്ടിട്ട് കാണിച്ചിട്ട് ചെയ്യാം. അടുത്തത് 3 റേസ് ടു -7 ഡിവൈഡ് ബൈ 3 റേസ് ടു -10 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? 3 റേസ് ടു 10 ഡിവൈഡ് ബൈ 3 റേസ് ടു 7 തിരിച്ചെഴുതിയാലും പോസിറ്റീവായി. ഡിനോമിനേറ്ററിലുള്ളത് മുകളിൽ പോകുമ്പോൾ പോസിറ്റീവായി, മുകളിൽ നെഗറ്റീവ് ഉള്ളത് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ പോസിറ്റീവായി. അപ്പോൾ ഇത് a റേസ് ടു m ബൈ a റേസ് ടു n ഫോമിലായി. അപ്പോൾ a റേസ് ടു m - n ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 3. ഇനി അതിൻ്റെ കൂടെ ഇൻറ്റു ക്വസ്റ്റ്യൻ ഫുള്ളായി എഴുതി. അപ്പോൾ 3 റേസ് ടു -7
ഡിവൈഡ് ബൈ 3⁻10 ഇൻറ്റു 3⁻5 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് രണ്ടും കൂടി ആഡ് ആക്കാം. 3⁻7 ഇൻറ്റു, അതായത് -7 പ്ലസ് -5 എന്ന് പറയുമ്പോൾ -12 ഡിവൈഡ് ബൈ 3⁻10. അപ്പോൾ 3⁻12 ഡിവൈഡ് ബൈ 3⁻10 ആണ്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ 3⁻10 ഡിവൈഡ് ബൈ 3⁻12 തിരിച്ചെഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം? 3⁻m - n അല്ലേ വരിക, -12 -10 വരും. തിരിച്ചെഴുതാണ്ട് എഴുതുകയാണെങ്കിൽ എമ്മിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -12, എന്നിൻ്റെ പ്ലേസിൽ -10 ആണുള്ളത്. a⁻m -n ആണ്. അപ്പോൾ ആ മൈനസാണ് നടുവിൽ വരുന്നത്. അപ്പോൾ ഇത് മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ എന്തായി? നമുക്ക് 3⁻2 ആണ് കിട്ടുന്നത്. 3⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫോമിൽ എഴുതേണ്ടത് കൊണ്ട് 1/3² എന്ന് എഴുതുക. ഇനി ഇങ്ങനെ എഴുതാൻ ഇത് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചെഴുതിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. 3⁻10 ഡിവൈഡ് ബൈ 3⁻12. അപ്പോൾ 3⁻10 ഡിവൈഡ് ബൈ 3⁻12 എന്ന് പറഞ്ഞാൽ അവിടെ 3⁻10 - 12 ആണ് വരിക. അപ്പോൾ -3⁻2 ആണ് വരുന്നത്. ഏതാ എളുപ്പം അതുപോലെ ചെയ്യാം. മാറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. മാറ്റിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 3⁻10 - 12. അപ്പോൾ 3⁻2. 3⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3² എന്ന് എഴുതുക. അടുത്തത് 2⁻³ ഇൻറ്റു -7⁻³ അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് ഡിഫറെൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഏതാണ്? a⁻m ഇൻറ്റു b⁻m ഈക്വൽ ടു ab⁻m. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ലോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് വരിക? 2 ഇൻറ്റു -7⁻³ എന്ന് വരും. അതായത് -14⁻³ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/14 -14³ നമുക്ക് പോസിറ്റീവിൽ എഴുതണം. അപ്പോൾ അത് മാറ്റി എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ്. അപ്പോൾ 3⁻0 പ്ലസ് 4⁻−1 ഇൻറ്റു 2² ആണുള്ളത്. അപ്പോൾ 3⁻0 പ്ലസ് 4⁻−1 ഇൻറ്റു 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനാ 3⁻0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a⁻0 എന്തായിരുന്നു? 1 പ്ലസ് ഇത് 4⁻−1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 എന്ന് എഴുതുക ഇൻറ്റു 2². അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 1, അതായത് ഇതിന് LCM 4. അപ്പോൾ 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2² ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയായി? ഈക്വൽ ടു 5/4 ഇൻറ്റു 2². 2² എന്ന് പറയുന്നത് എന്താണ്? 4 തന്നെയാണ്. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആയി പോയിട്ട് 5 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2⁻−1 ഇൻറ്റു 4⁻−1. 2⁻−1 ഇൻറ്റു 4⁻−1 ഡിവൈഡ് ബൈ 2⁻−2 ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/4. ഇനി ഡിവൈഡ് ബൈ 2⁻−2. 2⁻−2 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2² എന്ന് എഴുതാം. അല്ലേ? ഡിനോമിനേറ്ററിൽ വരുമ്പോൾ പോസിറ്റീവായി. അപ്പോൾ ഇത് 2 എങ്ങനെയാണത്? 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2³ ഇവിടെ ഡിവൈഡ് ബൈ 1/2² ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് തിരിച്ചെഴുതാൻ കഴിയും. അതായത് 1/2³ ഇൻറ്റു ഇതിന് നമ്മൾ എന്താ എഴുതുക? 2² ഇങ്ങനെയല്ലേ എഴുതുക? 2²/1. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇൻറ്റു ആക്കി എഴുതുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായി? 2²ഉം 2³ ആണുള്ളത് 1/2. ഇല്ലെങ്കിൽ നേരെ 1/8 ഇതിനെ 8 എന്ന് എഴുതിയിട്ട് ഇത് 4 ആക്കിയിട്ട് 8 അതായത് 8 ഡിനോമിനേറ്ററിലാണുള്ളത്, 4 മുകളിലാണ് വരിക. അപ്പോൾ 1/2 ആയിട്ട് കിട്ടും. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2, 4⁻−1 എന്ന് പറഞ്ഞാൽ 1/4. ഇത് 2⁻−2 ആണുള്ളത്. അപ്പോൾ 1/2². പോസിറ്റീവിൽ എഴുതുമ്പോൾ 1/2² എന്നായി.
ഇനി ഇത് രണ്ടും നമുക്ക് 8 ആണ് വരുന്നത്. 1/8 എന്ന് എഴുതിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 ക്യൂബ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡിവൈഡ് ബൈ 1/2 സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1/3 ഡിവൈഡ് ബൈ 2/3 ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? 1/3 ഇൻറ്റു 3/2. ഇതിനെ തിരിച്ചെഴുതും അല്ലേ? താഴെ എഴുതുന്നതിന് പകരം ഈ നമ്പറിനെ തിരിച്ചെഴുതും. അതുപോലെ എഴുതിയതാണിത്. അപ്പോൾ 2 സ്ക്വയറിനായി. അപ്പോൾ അവിടെ 2 സ്ക്വയർ ബൈ 1 ആണ് വരിക. 2 സ്ക്വയർ ആവുമ്പോൾ 2 സ്ക്വയറും ഇതും എങ്ങനെയായി? അതായത് 2 സ്ക്വയർ ബൈ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻2 - 3. അപ്പോൾ 2⁻1 ആണ് വരിക. അപ്പോൾ 1/2. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8ഉം ഇവിടെ 4ഉം ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 ആണുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 1/2⁻2 പ്ലസ് 1/3⁻2 പ്ലസ് 1/4⁻2 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടാം. 1⁻2/2⁻2 പ്ലസ് 1⁻2 പ്ലസ് 3⁻2 പ്ലസ് 1⁻2/4⁻2. ഇനി ഇതിനെ നമ്മൾ തിരിച്ചെഴുതും. 2⁻2 മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് ആവും. 1 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. 2⁻2/1 സ്ക്വയർ പ്ലസ് 3⁻2/1 സ്ക്വയർ പ്ലസ് 4⁻2/1 സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം 1 ആയതുകൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ 4 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 പ്ലസ് 4 20, 20 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 1 ആണ് കിട്ടേണ്ടത്. കാരണം ഏതൊരു നമ്പറിൻ്റെയും പവർ ആഡ് ചെയ്ത പവർ 0 ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ 3⁻1 പ്ലസ് 4⁻1 പ്ലസ് 5⁻1⁻0 ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 പ്ലസ് 1/4 പ്ലസ് 1/5⁻0. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയായാലും ഇതന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ 20 × 3 60 ആണ് LCM വരിക. ഇവിടെ 20 പ്ലസ് ഇവിടെ 15 പ്ലസ് ഇവിടെ 15 ആയി. ഇവിടെയാണെങ്കിൽ 12⁻0. അപ്പോൾ എങ്ങനെയായാലും 1 ആണ്. അത് ആഡ് ചെയ്ത് അങ്ങനെ കാണിച്ചാൽ മതി. 1 ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ 1 ആയിരിക്കും. അടുത്തത് -2/3⁻2 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളതിനെ എങ്ങനെ എഴുതാം? -2⁻2 ഡിവൈഡ് ബൈ 3⁻2 സ്ക്വയർ. ഇനി അടുത്തത് -2 × -2 × 2 വരും. -2 × -2 ഡിവൈഡ് ബൈ 3⁻2 × 2 സ്പ്ലിറ്റ് ആ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി? -2⁻4 ഡിവൈഡ് ബൈ 3⁻4 ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇതിനെ നമ്മൾ തിരിച്ചെഴുതുന്നു. തിരിച്ചെഴുതുമ്പോൾ 3⁻4 ബൈ -2⁻4 പോസിറ്റീവായി അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ പോസിറ്റീവായി, ഡിനോമിനേറ്ററിലുള്ള നമ്പർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായി. അപ്പോൾ ഇവിടെ 3⁻4 ബൈ -2⁻4 ആണ് വരുന്നത്. 3⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 × 3 × 3 × 3 ആണ്. ഫൈൻഡ് ദ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് എടുത്ത് എഴുതാം. ഡിവൈഡ് ബൈ -2 × -2 × -2 അപ്പോൾ പവർ ഈവൺ നമ്പർ ആണെങ്കിൽ എന്തായാലും ഇപ്പോൾ -2 സ്ക്വയർ -2⁻4 -2⁻6 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 9 9s 81 ഡിവൈഡ് ബൈ 16 ആണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ 81/16. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്